ഇത്തവണ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി മമതയ്ക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അവിടുത്തെ മുസ്ലിം സംഘടനകളും ഇമാമും ഒക്കെ. പശ്ചിമ ബംഗാളിൽ 40,000-ഓളം വരുന്ന മുസ്ലിം പള്ളികളിൽ ഈ സന്ദേശം കൈമാറാൻ ഒരുങ്ങുകയാണ് പശ്ചിമ ബംഗാൾ ഇമാം അസോസിയേഷൻ. ഇതിൻ്റെ ഈ വിവരം പുറത്തു പറഞ്ഞത് ഈ പശ്ചിമ ബംഗാൾ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് യഹിയാണ്. 16 മുതൽ 18 ലോക്സഭാ സീറ്റുകളിലെ വിധി നിർണ്ണയിക്കാൻ കരുത്തുള്ളതാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമുദായം. മൊത്തം ആകെയുള്ള വോട്ടർമാരിൽ 30% ഈ മുസ്ലിം സമുദായത്തിൽ പെടുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ BJPക്ക് വലിയ ചിരിയാണ് വരുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ 2019 ഇതുപോലെ തന്നെ ഇമാമുമാർ ഒരു സന്ദേശം കൈമാറിയിരുന്നു BJPക്കെതിരെ വോട്ട് ചെയ്യുന്നതിന്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം മണ്ഡലങ്ങളിൽ ചിലതിൽ എങ്കിലും BJP ജയിച്ചു കയറുന്ന കാഴ്ചയും കണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുമ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് BJP കരുതുന്നു. ഏതായാലും ഈ മുസ്ലിം ഭൂരിപക്ഷമായ ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുർഷിദാബാദ്, മാൾഡ, ഉത്തർ ദിനാജ്പൂർ തുടങ്ങിയ ജില്ലകളിൽ മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ് ഈ മുസ്ലിം സമുദായം ഉള്ളത്. രാം മന്ദിർ, പൗരത്വ ഭേദഗതി വിഷയങ്ങളിൽ വലിയ എതിർപ്പാണ് ഈ സമുദായത്തിനുള്ളത്. പക്ഷേ പശ്ചിമ ബംഗാൾ സർക്കാരുമായിട്ട് അത്ര നല്ല സുഖകരമായ ബന്ധമല്ല മുസ്ലിം സമുദായത്തിനുള്ളത്. പക്ഷേ ഇത്തവണ ഈ തങ്ങളുടെ വോട്ടുകൾ, ന്യൂനപക്ഷത്തിന് വോട്ടുകൾ CPM-നും കോൺഗ്രസുമായി വിഭജിക്കപ്പെട്ടാൽ അവിടെ BJP ജയിച്ചു കയറും. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് മമതയ്ക്ക് തന്നെ ചെയ്യുക എന്നൊരു ആഹ്വാനമാണ്. ഏതായാലും ജമ്മു കാശ്മീരും ആസാമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 30% എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. ആ 30% വോട്ടുകൾ മമതയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഏതായാലും മമതയ്ക്ക് ആ വോട്ടുകൾ പൂർണ്ണമായും ലഭിക്കുകയാണെങ്കിൽ 16 മുതൽ 18 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകീകരണം, അതാണ് 2019 സംഭവിച്ചതും BJPയുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചതും. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വിശകലനം നടത്താൻ കഴിയുള്ളൂ. ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി, ആരെ ജയിപ്പിച്ചു, ആരെ പരാജയപ്പെടുത്തിയെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.